ഷിരൂരിൽ ദൗത്യം തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പിണറായി വിജയൻ കത്തയച്ചു. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണം എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുകയാണ്. ദീപക്, അതെ, നേരത്തെ മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ അതിന്റെ സൂചനകൾ നൽകിയിരുന്നു. അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതായത് ഈ ഒരു ദൗത്യം ഇങ്ങനെ അവസാനിപ്പിച്ചാൽ അർജുന്റെ കുടുംബത്തോട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് നേരത്തെ MLA ഒക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. എന്ത് മറുപടിയാണ് പറയുക? ഒരു മറുപടിയും പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടെറിഞ്ഞ് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 13 ദിവസങ്ങൾ നടത്തിയ അഹോരാത്ര ശ്രമങ്ങളെയൊന്നും ആരും ഇകഴ്ത്തി കാണിക്കുന്നില്ല. അത്തരം നീക്കങ്ങളുമില്ല. മറിച്ച് ഈ ഒരു വൈകാരിക തലത്തെ ആ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ നീക്കം എന്നുള്ളതാണ് MLA-മാരുൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ നേരത്തെ എത്തിച്ച മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റി തുടങ്ങുകയാണ്. അതായത് ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് എന്നർത്ഥം. ഇവിടെ തൽക്കാലം ഇത് ഇവിടെ നിർത്തിയത് കൊണ്ടും ഗുണമില്ല. അവരുടെ ജീവനോപാധി എന്നുള്ള നിലയിലെങ്കിലും അത് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്ത് നീക്കമായിരിക്കും ഉണ്ടാകുക? 6:30-ക്കുള്ള കാർവാറിൽ നടക്കുന്ന മീറ്റിംഗിന് ശേഷം വരുന്ന പ്രസ് റിലീസ് എന്തായിരിക്കും? അത് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീരോചിതം ഇത് തുടരും എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ പ്രസ് നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രസ് നോട്ട് വന്നു കഴിയുമ്പോൾ കൂടുതൽ വ്യക്തത ഈ കാര്യത്തിൽ വരും. മറ്റ് പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യത കർണാടക ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തുലവും തുച്ഛമാണ്. അത്തരത്തിൽ പ്രതിസന്ധി നേരത്തെ ഫിഷറീസ് മിനിസ്റ്റർ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ചോദ്യം അവിടെ അങ്ങനെ ഉത്തരം കിട്ടാതെ കിടക്കുകയാണ്. എവിടെയാണ് അർജുൻ? ആ ട്രക്ക് എവിടെ? ലോകേഷ് എവിടെ? ജഗന്നാഥൻ എവിടെ? എന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. സുജയ.